എൻ്റെ താലി കഥ അവതരണം തുമ്പി. ഈ സ്റ്റോറി ഇഷ്ടമായാൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് മീ. അപ്പോൾ എങ്ങനെയാ, നമുക്ക് തുടങ്ങിയാലോ. എൻ്റെ താലി പാർട്ട് 3. കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന രേണുവിനെ കണ്ടതും അച്ഛൻ്റെ മനസ്സും ഒന്ന് പിടഞ്ഞു. രേണുവിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം തങ്ങളും കൂടിയാണല്ലോ എന്നോർത്തപ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നി. വീട്ടിൽ അനിയത്തിക്ക് തകൃതിയായി വിവാഹാലോചനകൾ നടക്കുകയാണ്. അതിനിടയിലാണ് ചേച്ചിയുടെ ഭർത്താവ് സുധിയുമായി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പെണ്ണുകാണലിന് മുന്നോടിയായി ഒരാഴ്ച തൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നതാണ് അനിയത്തി രേഖ. എന്നാൽ അവിടെ സംഭവിച്ചത് രേണുവിൻ്റെ ഹൃദയം നടുക്കുന്ന കാഴ്ചയുമായിരുന്നു. വീട്ടിലെത്തി സംഭവിച്ച കാര്യങ്ങളൊക്കെ തൻ്റെ മാതാപിതാക്കളോടായി അവൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ ലക്ഷ്മിയമ്മ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്. അവരുടെ സംസാരത്തിനിടയിലേക്ക് രേണുവിൻ്റെ പിന്നാലെ രേഖയും എത്തി. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത മട്ടിൽ ഒരു കൂസലുമില്ലാതെയാണ് രേഖയുടെ വരവ്. അവൾ തന്നിഷ്ടത്തോടെ പറഞ്ഞു, അല്ലേലും സുധിയേട്ടൻ ഇവളേക്കാൾ നന്നായിട്ട് എനിക്കാണ് ചേരുന്നത്. ടെക്സ്റ്റൈൽസിലെ വെറും ഒരു സെയിൽസ് ഗേൾ അല്ലേ. ഞാനും എൻജിനീയറിംഗ് ആണ് പഠിച്ച് പാസ്സായത്. സുധിയേട്ടനും എൻജിനീയറാണ്. അപ്പോൾ പിന്നെ ഞങ്ങളല്ലേ മാച്ച്. സുധിയേട്ടന് അല്ലെങ്കിലും ഇവളെ അത്ര താല്പര്യമൊന്നുമില്ല. ധിക്കാരത്തോടെയുള്ള അവളുടെ വാക്കുകൾ കേട്ടതും രേണു കൊടുത്തു അവളുടെ കാലത്തിട്ട് ഒരെണ്ണം. വീട്ടിലത്തെ ബഹളവും സംസാരവുമൊക്കെ കേട്ട അയൽപ്പക്കക്കാരും അടുത്തുണ്ടായിരുന്ന ബന്ധുക്കളുമൊക്കെ അവിടേക്ക് എത്തി. അപ്പച്ചി സുമിത്ര അടക്കിയ സ്വരത്തിൽ ആരോടോ പറയുന്നത് രേണു കേട്ടു. അല്ലെങ്കിലും ഇവൾക്കെന്താ PG ഉണ്ടെന്നല്ലേ ഉള്ളൂ. PG ഉണ്ടായിട്ട് എന്താ കാര്യം. ജോലി ചെയ്യുന്നത് ഇപ്പോഴും ടെക്സ്റ്റൈൽ ഷോപ്പിൽ അല്ലേ. മാത്രമോ പഴഞ്ചനും. സുധിക്ക് പിന്നെ രേഖയോട് അങ്ങനെ ഒരു താല്പര്യം തോന്നിയെങ്കിൽ അതിലെന്താ ഇത്ര തെറ്റ് പറയാനിരിക്കുന്നത്. എന്തുകൊണ്ടും ചേരുന്നത് അവരല്ലേ. ഇവിടെ പ്രശ്നക്കാരൻ സുധി ആയതുകൊണ്ട് സുധിയെ അവിടേക്ക് വിളിപ്പിച്ചു. സുധിക്കും ആളുകളെ ഫേസ് ചെയ്യാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അവൻ അവിടേക്ക് വന്നതും രേഖയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ സ്റ്റാറ്റസിന് പറ്റിയാൽ ഇവൾ തന്നെയാ. എനിക്കിനി മുന്നോട്ടുള്ള ജീവിതത്തിൽ രേണുവിനെയും മോനെയും വേണ്ട. അല്ലേലും എൻ്റെ മകൻ തന്നെയാണോ ഇവനെന്ന് ആർക്കറിയാം. ഇവൾ എപ്പോഴും ആ ടെക്സ്റ്റൈൽ ഷോപ്പിലല്ലേ. രേഖയുടെ കയ്യിൽ പൂത്ത കാശുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനോ അമ്മയ്ക്കോ അവളെ മറുത്തു പറയാൻ സാധിച്ചതുമില്ല. ചുറ്റും കൂടി നിന്ന ആളുകളെ രേഖ ഒച്ച വെച്ച് ഓടിക്കുകയും ചെയ്തു. മോനെയും എടുത്ത് നേരെ റൂമിലേക്ക് ചെന്ന് കട്ടിലിൽ കിടന്ന് കരയാൻ തുടങ്ങി. ജനലിലൂടെ വെളിയിലേക്ക് നോക്കിയതും രേണുവിൻ്റെ മനസ്സിൽ പഴയ ഓർമ്മകളൊക്കെ വന്നു. താനെന്ന കോളേജിൽ ഡിഗ്രിക്ക് പുതിയതായിട്ട് വന്ന വർഷം തന്നെ എപ്പോഴും നോക്കി ചിരിക്കാറുള്ള വെള്ളാരം കണ്ണുള്ള ചോക്ലേറ്റിൻ്റെ നിറമുള്ള പയ്യൻ എന്താ ഒരു പ്രത്യേക ആകർഷകത്വം അവനിലുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവനുമായിട്ടുള്ള സൗഹൃദം പതിയെ പ്രണയമായി മാറി. പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇഷ്ടമാണെന്ന് പറയാതെ തുടങ്ങിയ പ്രണയം. തന്നെ സഹായിച്ചിട്ടുള്ള കാര്യങ്ങൾ തൻ്റെ കുടുംബത്തിനെ ഈ നിലയിലാക്കാൻ അവൾക്ക് ധൈര്യം കൊടുത്തവൻ ആദിയും രേണുവുമായിരുന്നു കോളേജിൽ ഏറ്റവും നന്നായിട്ട് പഠിച്ചിരുന്നത്. പഠിത്തത്തിനൊപ്പം തന്നെ അവർ നന്നായി പ്രണയിക്കുകയും ചെയ്തു. ആർക്കും ഒരു സംശയം തോന്നാത്തക്ക വിധത്തിൽ അവരുടെ പ്രണയം പൂത്തുലഞ്ഞു. അങ്ങനെ പ്രണയവും പഠനവും മനോഹരമായി പോയിക്കൊണ്ടിരിക്കുന്ന കോളേജിൽ പഠിക്കുമ്പോഴാണ് അവളുടെ അച്ഛന് ചെറിയൊരു അപകടം സംഭവിക്കുന്നത്. ആ അപകടത്തിൽ അച്ഛൻ്റെ ഒരു സൈഡ് തളർന്നു പോവുകയും ചെയ്തു. പിന്നെ കുടുംബത്തെ നോക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം രേണുവിനായി. അങ്ങനെ ഡിഗ്രി സെക്കൻഡ് ഇയർ വെച്ച് പഠിപ്പ് മുടക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെയാണ് അവൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലിക്ക് കയറുന്നത്. അവിടെ ജോലി ചെയ്തും രേണുവിന് നന്നായി ഡാൻസ് അറിയാം. കുറച്ച് കുട്ടികളെ കിട്ടുന്ന സമയം ഡാൻസ് പഠിപ്പിച്ചുമൊക്കെയാണ് അവൾ കുടുംബം നോക്കിയത്. അതിനിടയ്ക്കാണ് അനിയത്തിയെ എൻജിനീയറിംഗ് വിട്ട് പഠിപ്പിച്ചതും അവൾക്ക് ജോലി നേടിക്കൊടുക്കുന്നതും. ജോലിക്ക് വേണ്ടി അനിയത്തി വിദേശത്തേക്ക് പോയതുമൊക്കെ. രേണുവിൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് ആ കുടുംബം ഇന്നീ കാണുന്ന നിലയിലായത്. എന്നാൽ രേണു ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു. അതിനിടയ്ക്ക് അവൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയും PG എടുക്കുകയും ഒക്കെ ചെയ്തു ഓൺലൈനായിട്ട്. അങ്ങനെ സന്തോഷകരമായി ജീവിതം പോകുന്നതിനിടയിലാണ് അത് സംഭവിച്ചത്. തുടർന്ന് കേൾക്കാനായി ഈ ചാനൽ ഒന്ന്